സ്നേഹമുള്ളവരെ, നമ്മൾ മാർസ്ലീവായെ വണങ്ങി അഭിവന്യ പിതാവിനെ സ്വീകരിച്ചു. ഉടൻ തന്നെ നമ്മൾ മാർസ്ലീവായിൽ യഹൂദ നസ്രാണി പാരമ്പര്യത്തിലുള്ള മെനോറ 7 വിളക്ക് തെളിച്ച് അഭിവന്യ പിതാവിൻ്റെ ശ്ലൈഹിക ആശീർവാദത്തോടു കൂടിയാണ് നമ്മൾ സമ്മേളനം ആരംഭിക്കുന്നത്. ഇപ്പോൾ തിരിതെളിക്കൽ ശുശ്രൂഷ. വിളിവു നിറഞ്ഞോരീശു നിൻ വെളിവാൻ കാണുന്നു, വിളിവിയടിയാരഖില ധാരമതാ വെളിവും നീ കാന്ത്യായങ്ങളെ നീ താതൻ കതിരെ ശോഭിപ്പിക്കെന്നും. വിളിവു നിറഞ്ഞോരീശു നിൻ വെളിവാൻ കാണുന്നു, വിളിവിയടിയാരഖില ധാരമതാ വെളിവും നീ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, ഏകജാതൻ്റെ കൃപ, പരിശുദ്ധയുടെ സംബന്ധാവാസം നാം എല്ലാവരുടെ മേലും, നമ്മുടെ ഇവിടെയുള്ള ദേവാലയത്തിൻ്റെ മേലും, അവിടെ കൂടി വരുന്ന അംഗങ്ങളുടെ മേലും, എല്ലാ കുടുംബങ്ങളുടെ മേലും, നയിക്കുന്ന ഇടയന്മാരുടെ മേലും, ഇവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ മേലും, കുഞ്ഞുങ്ങളുടെ മേലും, മാതാപിതാക്കളുടെ മേലും, രോഗികളുടെ മേലും, അനാഥരുടെ മേലും, വിധവകളുടെ മേലും, പ്രാർത്ഥിപ്പാനും കടപ്പിടിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും, ഭാവി കാര്യങ്ങളുടെ മേലും, പെരുന്നാൾ ആചരണങ്ങളുടെ ഭംഗിയായ പൂർത്തീകരണത്തിൻ്റെ മേലും, ഇന്നിവിടെ നടത്തുന്ന സംഗമത്തിൻ്റെ മേലും ഇപ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് അരുൾ ചെയ്ത ഈശോയുടെ നാമത്തിൽ ഈ സ്വാതന്ത്ര്യത്തിന്റെ മനോഹരമായ സന്നിധിയിൽ വിവിധ ദേശങ്ങളിൽ നിന്നും ഈ നസ്രാണി മക്കള സമുദായ സമ്മേളനത്തെ അർത്ഥപൂർണ്ണമാക്കാൻ വന്നു ചേർന്ന ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കൃത്യതയാർന്ന ജീവിത നിഷ്ഠ കൊണ്ട് തന്റെ ആത്മീയ പരിസരത്തെയും ഭൗതിക മേഖലയും സമ്പന്നമാക്കിക്കൊണ്ട് പാരമ്പര്യത്തിന്റെ അടിത്തറയിലൂന്നി നസ്രാണി സമുദായത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരി റവ ഫാദർ സിറിൽ തൈരച്ചനെ സ്വാഗതം ആശംസിക്കാനായി ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികര് മുൻനിരയിലേക്ക് കയറി. ഇവിടെ പട്ടക്കാരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസമില്ല എന്നുള്ള നസ്രാണി യോഗത്തിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് വന്നേച്ചൻ അവിടെ തന്നെ ആയി. നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന യോഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അഭിവന്ധ്യ യൂഹാനോൻ മാർ ദിയസ്കോറസ് തിരുമേനി, CBCIയുടെ ലേറ്റി കൗൺസിൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷവലിയ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ സാറെ, കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് P. തോമസ്, മറ്റ് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, നസ്രാണികളെ, നമ്മൾ ഇടവക തിരുനാളോടനുബന്ധിച്ച് ഒരു നസ്രാണി യോഗം സംഘടിപ്പിക്കുകയാണ്. ഈ മലയുടെ മുകളിലുള്ള ഇടവക കൃത്യമായി പറഞ്ഞാൽ 65ഓളം കുടുംബങ്ങളാണ് കൃത്യമായി പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഉള്ളത്. ആ കുടുംബങ്ങളിൽ തന്നെ അംഗസംഖ്യയൊക്കെ ലോകത്തെല്ലാ നസ്രാണികളുടെയും കാര്യം പോലെ തന്നെ വളരെ പരിമിതമാണ്. മക്കളുടെ എണ്ണവും കുടുംബാംഗങ്ങളുടെ എണ്ണവും വിവാഹത്തിൻ്റെ കാര്യവുമൊക്കെ ഇടവകാംഗങ്ങളും ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു സംഗമത്തിൻ്റെ വാർത്ത അതറിഞ്ഞ് പ്രത്യേകം അറിയിച്ചു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമായിട്ട് അറിഞ്ഞുമൊക്കെ ആയിട്ട് ഇവിടെ മറ്റു ചിലരും എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ ദേശങ്ങളിൽ നിന്നുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഈ നസ്രാണി യോഗം ഇങ്ങനെ തിരുനാളോടനുബന്ധിച്ച് കുട്ടികൾ ഭരണപ്പള്ളിയുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് അച്ഛാ മുന്നോട്ട് വരാം. നമ്മളിപ്പോൾ ഞാൻ കുറച്ചുപേരുടെ ദൂരദേശത്തു നിന്ന് വന്നിട്ടുള്ളവർ, ദേശങ്ങളുടെ പ്രതിനിധികളായിട്ട് സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ളവർ സ്റ്റേജിലോട്ട് കയറി വരിക. ബഹുമാനപ്പെട്ട വൈദികരുടെ മുൻനിരയിൽ സീറ്റ് റെഡിയാണ്. ഏറ്റുമാനൂരിൽ വന്നിട്ടുള്ള സെനിച്ചേട്ടൻ മുന്നോട്ട് വരാം, സ്റ്റേജിലേക്ക് വരും.
ഇപ്പോൾ ഞാൻ സ്വാഗതത്തിന്റെ വാക്കുകൾ ആശംസിക്കുകയാണ്. അച്ഛനോട് നമ്മൾ നസ്രാണി യോഗം എന്തിനാണ് കൂടുക? അങ്ങനെ ഒരു സമുദായം ഉണ്ടോ നമ്മുടെ നാട്ടില്, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ദേശത്ത്? നസ്രാണികൾ എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം, നസ്രാണികൾ ഒഴികെ ഒരുപക്ഷെ ബാക്കി എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് നസ്രാണികൾ. നമ്മുടെ ചുറ്റുമുള്ള സമുദായങ്ങൾ നമുക്കറിയാം. നായർ സമുദായമുണ്ട്, ഈഴവ സമുദായമുണ്ട്, അതുപോലെ ഇസ്ലാം സമുദായം ഉണ്ട്, ക്രൈസ്തവരിൽ തന്നെ വിവിധങ്ങളായ സമുദായങ്ങളുണ്ട്. ഈ അടുത്ത നാളുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കേരളത്തിലെ ലത്തീൻ സമുദായം വളരെ ശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനമുള്ള ഒരു സമുദായമാണ്. അവര് വലിയ മീറ്റിങ്ങുകൾ കൂടുകയും മെത്രാന്മാരും വൈദികരും വിശ്വാസികളും ഒരുമിച്ചിരുന്ന് കൃത്യമായി വർഷം തോറും പഠനങ്ങൾ നടത്തുകയും കാര്യമായ ഗവൺമെന്റിന്റെ മുമ്പിൽ എല്ലാ കാര്യങ്ങളും അറിയിക്കുകയും ഒക്കെ ചെയ്ത് വേണ്ടതുപോലെ ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോരുന്നൊരു സമീപനമാണ് ആ സമുദായത്തിൽ നമ്മൾ കാണുക. അതുപോലെ ക്നാനായ സമുദായത്തെ പരിചയമുണ്ടാവും. നമ്മുടെ ഈ പ്രദേശത്ത് ക്നാനായ സമുദായത്തിൽപ്പെട്ട അധികമില്ല എങ്കിലും ക്നാനായ സമുദായം ശക്തമായ കെട്ടുറപ്പുള്ള ഒരു സമുദായമാണ്. ക്രൈസ്തവരിൽ ബാക്കിയുള്ള സമുദായങ്ങളെ ഏതാണ്ട് പൊതുവെ വിളിക്കാവുന്നത്, പ്രത്യേകിച്ച് 1-ാം നൂറ്റാണ്ടിൽ ഹെന്തോയിലും പേർഷ്യയിലും സുവിശേഷം പ്രഘോഷിച്ചെത്തിയ മിശിഹായുടെ ശിഷ്യനായ മാർത്തോമാ ശ്ലീഹായിൽ നിന്ന് വിശ്വാസം പകർന്നു കിട്ടി തലമുറയായിട്ട് കൈമാറി വളർന്നു വന്ന സമൂഹത്തെയാണ് പൊതുവെ മാർത്തോമാ നസ്രാണികൾ എന്ന് വിളിച്ചു വന്നിരുന്നത്. ആ ഒരു അർത്ഥത്തിലാണ് നമ്മുടെ നാട്ടില് നസ്രാണികൾ എന്നൊരു വിഭാഗത്തെ മറ്റുള്ളവരും നമ്മൾ തന്നെ പരസ്പരം അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചിരുന്നത്. ഇത് സീറോ മലബാർ സഭയുടെ ഒരു ഇടവകയാണ്. സീറോ മലബാർ സഭ നസ്രാണി സമുദായത്തിൽപ്പെട്ട ഒരു സഭയാണ്. ഈ സീറോ മലബാർ എന്ന ആ പദം, ആ പ്രയോഗം ഒക്കെ 1880കളിൽ ആരംഭിച്ച പ്രയോഗമാണ്. റോമിൽ നിന്ന് നമ്മുടെ സഭയുടെ ഡോക്യുമെന്റുകളിൽ ഉപയോഗിച്ചു തുടങ്ങി നമ്മളോട് അത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ പ്രയോഗങ്ങളാണ്. ഈ സമുദായത്തിൽ ഇപ്പോൾ പ്രധാനമായിട്ടും 7ഓളം സഭകളാണ് ഉള്ളത്. മാർത്തോമാ പാരമ്പര്യമുള്ള വളരെ ശ്ലൈഹിക പാരമ്പര്യത്തില് കൂദാശകളും എല്ലാം പൗരോഹിത്യവും അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങളുണ്ട്. അതുമൊക്കെയായിട്ട് ബന്ധിപ്പിച്ച് പൂർണ്ണമായ അർത്ഥത്തില് 7 സഭകളാണ് പൊതുവായിട്ടുള്ളത്. തോമാസ് ശ്ലീഹ ഭാരതത്തിൽ വന്ന് 7 അരപ്പള്ളികൾക്ക് രൂപം കൊടുത്തു എന്നാണല്ലോ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ പൊതുവെ കഴിഞ്ഞ 100 വർഷങ്ങളായിട്ട് 7 സഭകളായിട്ടാണ്, 7 പള്ളികളായിട്ടാണ് നമ്മുടെ സമുദായം കാണപ്പെടുക. അത് കൽദായ സുറിയാനി ആരാധനാക്രമം, ആ പാരമ്പര്യം ഉള്ള സീറോ മലബാർ സഭയും തൃശ്ശൂര് ഇളത്തോട്ടത്ത്, പാലാഴത്ത് ഇളത്തോട്ടം, ഇടമറ്റം, നരിയങ്ങാനും, വേഴങ്ങാനും, പാലാളാലം, പഴയപള്ളി ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു സഭയായിരുന്നത്. അവർ പിന്നീട് തൃശ്ശൂര് മർത്തുമറിയ പള്ളി ആ പ്രദേശത്തേക്ക് അവർ പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ കൽദായ സുറിയാനി അസീറിയൻ സഭ എന്ന് ഷൂറായികൾ എന്ന് വിളിക്കുന്ന അങ്ങനെ 2 സഭകള്. അതുപോലെ തന്നെ അന്ത്യോക്യൻ പാരമ്പര്യം, അന്ത്യോക്യൻ സുറിയാനി അല്ലെങ്കിൽ പാശ്ചാത്യ സുറിയാനി എന്ന ആ ഒരു സുറിയാനി പാരമ്പര്യം പിന്തുടരുന്ന നമ്മുടെ അഭിമന്യ പിതാവ് മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭ നമ്മുടെ പരിസരത്ത്, നമ്മുടെ കോട്ടിക്കല് ഒരു ഇടവക തന്നെയുണ്ട്. അതുപോലെ അവിടെ നിന്നുള്ള വിശ്വാസികളും സഹോദരങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ മലങ്കര യാക്കോബായ സുറിയാനി സഭ, പിന്നെ നമുക്കെല്ലാം പരിചയമുള്ള മാർത്തോമ സുറിയാനി സഭ, പിന്നെ സീറോ മലങ്കര കത്തോലിക്ക സഭ, പിന്നെ കുന്നംകുളം ഭാഗത്ത് സഭാകേന്ദ്രമായിട്ടുള്ള തൊഴിയൂർ സ്വതന്ത്ര മലബാർ സുറിയാനി സഭ. ഇങ്ങനെ 7 സഭകളാണ് പ്രധാനമായിട്ടും നസ്രാണി സഭകളായിട്ട് ഉള്ളത്. കൂടുതൽ സഭകൾ ഇനിയും ഉണ്ട്, എങ്കിലും കുറച്ചുകൂടി ശ്ലൈഹിക പാരമ്പര്യവുമായിട്ട് ബന്ധിപ്പിച്ചാണ് പറഞ്ഞത്. അതേസമയം ചരിത്രത്തിൽ നമ്മൾ കാണുന്നു ലത്തീൻ സഭയിലും അതുപോലെ CSI സഭയിലും ഒരുപാട് സിറിയൻസ് ഉണ്ട്. അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. സെന്റ് തോമസ് ട്രഡീഷൻ സഭകള് പലതരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയ കാലഘട്ടത്തിൽ ഒരുപാട് പ്രക്ഷുബ്ധമായ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട് സഭാചരിത്രത്തിൽ. ഇന്നുള്ളവരില് പഴയ കാലത്ത് ചെയ്ത ആളുകളുടെ കുറ്റങ്ങൾ ആരോപിക്കാൻ പാടില്ല എന്നാണ് രണ്ടാം വത്തിക്കാൻ സിനോദോസിൽ പറയുക. പക്ഷെ നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ്, സ്വത്വം തിരിച്ചറിഞ്ഞ് നമ്മളെല്ലാവരും ആ ഒന്നായിരുന്നൊരു കാലഘട്ടമുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ഒരു നസ്രാണി സമുദായ മുന്നേറ്റം അത് നമ്മൾ ഈ അടുത്ത നാളുകളിൽ പലയിടത്തായിട്ട് ഉള്ള ഒരു കാര്യമാണ്.
നമ്മുടെ എല്ലാവരും പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം, ലോകത്തിന്റെ എവിടെ ചെന്നാലും, പ്രത്യേകിച്ച് ഞാൻ സുറിയാനി കുർബാനയുമായി ബന്ധിപ്പിച്ച് കേരളത്തിന് വെളിയിലും കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലും സീറോ മലബാർ സഭയിൽ എല്ലാ രൂപതകളിലും തന്നെ പോയിട്ടുണ്ട്. എല്ലായിടത്തും ചെല്ലുമ്പോൾ സുറിയാനി കുർബാന കഴിയുമ്പോൾ ആളുകൾ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെന്താണ് ഇതുപോലെ ആയിപ്പോയത്? ഇതൊക്കെ നമുക്കുണ്ടായിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് ക്രൈസ്തവര് സംഘടിതരല്ലാത്തത്? കേരളത്തിന്റെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക പശ്ചാത്തലം നമുക്കറിയാം. നസ്രാണികളുടെ സംഭാവനകൾ വല്ലതും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ, പ്രത്യേകിച്ച് കേരളത്തില്, ഇന്ത്യയില് 28 സംസ്ഥാനങ്ങളുള്ളതില് കേരളം മാത്രം, ഈ മലങ്കര മാത്രം ഇത്രയേറെ വളരെ വിദ്യാഭ്യാസപരമായിട്ട്, സാമൂഹികമായിട്ടും മറ്റ് സാമ്പത്തികമായിട്ടും കാർഷികമായിട്ടും ഒക്കെ സംഘടിതരായിരിക്കുന്നതിൻ്റെ, വികസിതമായിരിക്കുന്നതിൻ്റെ, ആരോഗ്യ മേഖലയിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും ഒക്കെ വികസിതരായിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് പരിശോധിച്ചാൽ ഇവിടെയുള്ള ശക്തമായ നസ്രാണികളുടെ സാന്നിധ്യമാണ് അതിൻ്റെ കാരണം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് ചരിത്രം അറിയാവുന്നവർക്കേ പറയാൻ പറ്റത്തുള്ളൂ, അറിയാൻ പറ്റത്തുള്ളൂ. പലപ്പോഴും ചരിത്രത്തെ തമസ്കരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ നാളുകളിൽ സംഭവിക്കുന്നുണ്ട്. നമ്മളതൊക്കെ കാണേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. എന്താണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനും ഇതൊക്കെ പഠിക്കാനുമുള്ള വേദി? ഒരു ശക്തമായ ബോധവൽക്കരണം ആവശ്യമായിരിക്കുന്ന കാലഘട്ടമാണ്. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഇതുപോലെയുള്ള യോഗങ്ങളിലൂടെ അഭിവന്ദ്യ പിതാവും അതുപോലെ അൽമായ നേതാക്കന്മാര്, സമുദായ നേതാക്കന്മാര് നമ്മൾ തന്നെ ഇത് സംസാരിച്ചു തുടങ്ങുക. നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ അത് കൂടുതൽ ബോധവൽക്കരണം നമുക്ക് തന്നെ ഒരു ശക്തീകരണമായിട്ട്, സമുദായ ശക്തീകരണമായിട്ട് മാറും. നമ്മുടെ കുറവുകൾ, നമുക്ക് പറ്റിയിട്ടുള്ള വീഴ്ചകൾ, നമുക്ക് എന്തായിരുന്നു നമ്മൾ, ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് നമ്മൾ, ഇനി ഏത് അവസ്ഥയിലേക്ക് നമ്മൾ ആയിരിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവരവർ ഒരുപാട് ആശയങ്ങൾ നമുക്ക് കിട്ടും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് ഇതുപോലെയുള്ള യോഗത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. എത്രയോ സമുദായങ്ങൾ ശക്തമായിട്ട് ശക്തി പ്രകടനങ്ങളായിട്ടും അല്ലാതെയുമൊക്കെ യോഗങ്ങൾ കൂടുന്നു. കൃത്യമായിട്ട് ദേശങ്ങളിൽ യൂണിറ്റുകൾ, ശാഖകളായിട്ട് യോഗങ്ങൾ കൂടുന്നു. വിവിധ സമുദായങ്ങൾ യോഗങ്ങൾ കൂടുമ്പോൾ അവരുടെ സമുദായത്തിൽ അവരുടെ കുറവുകൾ പഠിച്ച് അറിഞ്ഞ് അവയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന, തീരുമാനമെടുക്കുന്ന, അത് പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടിയിട്ട് അല്ല നമ്മൾ യോഗങ്ങൾ കൂടുന്നത്. ചിലപ്പോഴെങ്കിലും ചിലരുടെ സംഘാടനം എന്ന് പറയുന്നത് മറ്റുള്ളവർക്കെതിരായിട്ട് വരാറുണ്ട്. നമ്മുടെ സമുദായം വളരെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധിയാണല്ലോ നമ്മുടെ സമുദായത്തിൻ്റെ കെട്ടുറപ്പ്, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ യുവാക്കളിലേക്കും കുട്ടികളിലേക്കും ഒക്കെ മയക്കുമരുന്നിൻ്റെ പോലെയുള്ള രീതിയിലുള്ള കടന്നുവരവുകളൊക്കെ, അതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം പരിശോധിക്കുമ്പോൾ വലിയ പോലീസ് ഓഫീസേഴ്സ് വരെ കേരളത്തിലേക്ക് മയക്കുമരുന്ന് വരുന്നതിൻ്റെയൊക്കെ ഉറവിടങ്ങളെക്കുറിച്ചും വഴികളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ സംഘടിതമായിട്ട് ചിലരൊക്കെ സംഘടിക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും ഉണ്ട് എന്ന് ഉള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. എല്ലാ സമുദായങ്ങളും തന്നെ യോഗങ്ങൾ കൂടുന്നു. നസ്രാണികൾ മാത്രമാണ് നമ്മൾ നോക്കുമ്പോൾ, ഒരുപാട് അസംഘടിതരായിട്ടുള്ളവർ കേരളത്തിലും ലോകത്തിലും ഉണ്ട്. എങ്കിലും നമ്മൾ നോക്കുമ്പോൾ അസംഘടിതരായിട്ടുള്ള ഒരു വിഭാഗം. കാരണം സഭാ സംവിധാനങ്ങൾ വളരെ ശക്തമാണ്. നമുക്ക് സഭാ പ്രശ്നങ്ങളാണ് കൂടുതൽ വലുത്. കൂടുതൽ നമ്മുടെ കുടുംബങ്ങളുടെ ആത്മീയ അല്ലെങ്കിൽ സാമുദായികമായിട്ടുള്ള മാനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് സാധിക്കാത്തതുപോലെ സഭാ സംവിധാനങ്ങൾ വളരെ ശക്തമായി ഒരു നൂറ്റാണ്ടുകൾ, ഈ കഴിഞ്ഞ നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ഒരു നൂറ്റാണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ സമുദായത്തിന് പണ്ടുകാലത്തുണ്ടായിരുന്ന പോലെ എന്താണ് 1653 കൂനൻ കുരിശ് സത്യം വരെ അന്ന് മട്ടാഞ്ചേരിയിൽ കൂടി. മട്ടാഞ്ചേരിയിൽ അഭിവന്ദ്യ കല്ലറങ്ങാട്ട് പിതാവ്, അന്നത്തെ ഓർത്തഡോക്സ് സഭയുടെ അവിടെ തീർത്ഥാടന കേന്ദ്രമുണ്ട്. ആ ഷ്രൈനിലേക്ക് പാലായിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരു തീർത്ഥാടനം നടത്തിയിരുന്നു. നമ്മുടെ പിതാവായ മാർ തോമാസ് ലീഹായുടെ ഖബറിലേക്ക് മലങ്കരയിൽ നിന്ന് മൈലാപ്പൂരിലേക്ക് ഒരു തീർത്ഥാടനം, തോമാസ് ലീവായുടെ അത്ഭുതമായിട്ട് രക്തം വിയർത്തതായിട്ട് പോർച്ചുഗീസ് മിഷണറിമാര് സാക്ഷ്യപ്പെടുത്തിയ അത്ഭുത കുരിശു വണങ്ങുന്നതിന് വേണ്ടിയിട്ട് പൂർവികരുടെ പാരമ്പര്യം പിന്തുടർന്ന് പോയിരുന്നു. മട്ടാഞ്ചേരിയിൽ കൂടിയപ്പോൾ തീരുമാനിച്ചു, ഞങ്ങളുടെ സഭയ്ക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങളുടെ സഭയ്ക്ക് ഒരു സ്വത്വമുണ്ട്, ഞങ്ങളുടെ സഭയും യൂറോപ്യൻ സഭകളെ പോലെ തന്നെ അസ്തിത്വമുള്ള സഭയാണ്, ഞങ്ങൾക്ക് മാർത്തോമായുടെ മാർഗവും നിയമവും ഉണ്ട്, നമുക്ക് പത്രോസിന്റെ നിയമം, പത്രോസിന്റെ സഭ, പത്രോസിന്റെ മാർഗം പിന്തുടരുന്നവർ പാലിക്കുന്നവർ ഞങ്ങൾക്കും നിലനിൽക്കണം എന്നിങ്ങനെയുള്ള വൈദേശിക ആധിപത്യങ്ങൾ പാടില്ല എന്നുള്ള വലിയൊരു കാഹളം മുഴക്കിയ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വരെ
പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷുകാരൊക്കെ വന്നപ്പോഴാണ് നമ്മൾ കൂടുതൽ ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളായിട്ട് ചിന്നിച്ചിതറിക്കുന്ന അവസരത്തിൽ ഒരുപക്ഷെ സംഘടിതമായിട്ടുള്ള വിപ്ലവ അല്ലെങ്കിൽ സമര സ്വാതന്ത്ര്യ കാഹള പ്രസ്ഥാനങ്ങൾക്കൊക്കെ രൂപം കൊടുക്കാനിടയായത്. അതിനൊക്കെ മുമ്പ് തന്നെ വൈദേശിക സ്വാധീനത്താൽ വളരെ ക്ലേശിച്ച ഒരു സമുദായമായിരുന്നു നമ്മുടേത്. സഭാതലത്തിലാണ് വൈദേശിക ശക്തികൾ ആദ്യം പിടിമുറുക്കിയത്. പിന്നീടാണ് ബിസിനസ്, മറ്റ് രാഷ്ട്രീയ മേഖലകളിലെല്ലാം പിടിമുറുക്കുന്നതായിട്ട് കാണുക. മട്ടാഞ്ചേരിയിൽ നടന്ന കോനകുരി സത്യം, സ്ലീബാ സത്യം, പിന്നീട് അന്ന് അവർ തീരുമാനിച്ചു എടപ്പള്ളിയിൽ കൂടാമെന്ന്. എടപ്പള്ളിയിൽ വെച്ച് തീരുമാനിച്ചു ആലങ്ങാട് കൂടാമെന്ന്. ആലങ്ങാട് വെച്ചാണ് ഈ പാലാ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വൈദികര് 12 അന്നത്തെ പട്ടക്കാര്, കടവിൽ ചാണ്ടി കടുത്തുരുത്തിക്കാരനാണ്, അതുപോലെ പറമ്പിൽ ചാണ്ടി, പള്ളി വീട്ടിൽ ചാണ്ടി കത്തനാര്, പാലാ കുറവലങ്ങാട് ഇടവക്കാരനാണ്, കല്ലിശ്ശേരി ദേശക്കാരനായിട്ടുള്ള ആഞ്ഞിലിമൂട്ട് ഇട്ടിത്തമ്മൻ കത്തൻ. ഇതുപോലെ നമ്മുടെയൊക്കെ ഇതുപോലെയുള്ള ദേശങ്ങളിൽ നിന്നും പോയി അന്നത്തെ അർക്കതിയാക്കോൻ മാർ തോമായുടെ ശിരസ് കൈവച്ച് 12 വൈദികർ ഒരുമിച്ച് വിവിധ ആദിമ സഭകളിലുള്ളതുപോലെ കൈവച്ച് അന്ന് മെത്രാനായിട്ട് വാഴിക്കുകയും അതിനെ തുടർന്ന് അന്ന് വരെ ഒറ്റക്കെട്ടായിട്ട് നിന്നിരുന്ന ഒരു സമുദായം. ലോകത്തില് പല സഭകളായിട്ട് പല സമുദായ ചേർക്കണമെന്ന് നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്നുള്ളത് അതാണ് എക്യുമെനിസത്തിന്റെ ഒരു സ്കോപ്പ്. അതേസമയം നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഒന്നായിരുന്നു എന്നുള്ളതാണ്. തുടക്കം മുതലേ പലതല്ല, അതിൽ ഒന്നായിരുന്നു നമ്മൾ. പിന്നീട് പലതായിട്ട് പോവുകയും പല കൂറുകളായിട്ട്, ആദ്യ കാലഘട്ടത്തിൽ പഴയ കൂറെന്നും പുത്തൻ കൂറെന്നും വിളിക്കപ്പെട്ടു. പിന്നീട് പല കൂറുകളായിട്ട് നമ്മൾ ചിതറിക്കപ്പെടുകയും ചെയ്ത സാഹചര്യമാണ് നമ്മുടെ സമുദായത്തിന്റെ ചരിത്രമെന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ചിതറിക്കപ്പെടുമ്പോഴും നമുക്കെല്ലാവർക്കും ഒന്നിച്ചു നിൽക്കണം എന്നുള്ള ദാഹം ലോകത്തെല്ലായിടത്തും ഉണ്ട്. നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ക്രൈസ്തവർ ഒന്നിച്ചു നിൽക്കണം, നസ്രാണി സമുദായം ഒന്നിച്ചു നിൽക്കണം, ക്രൈസ്തവ സമുദായം ഒന്നിച്ചു നിൽക്കണം. ആവശ്യമുള്ളതനുസരിച്ച് നമ്മൾ മറ്റ് സമുദായങ്ങളുമായിട്ടും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ വരും. ഇതൊക്കെയാണ് ഈ സമുദായത്തിന്റെ, ഈ കൂട്ടായ്മയുടെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ പല സഭകളിൽ നിന്നുള്ളവർ ഉണ്ട്. പ്രത്യേകിച്ച് അഭിവന്ദ്യ പിതാവിന്റെ സാന്നിധ്യം നമുക്ക് വലിയ അനുഗ്രഹമാണ്. അഭിവന്ദ്യ പിതാവും ഞങ്ങൾ പാമ്പാടി ദേറായിൽ ഒരിക്കൽ പകലോമറ്റത്തെ ഒരു സമ്മേളനത്തിന് ക്ഷണിക്കാൻ ചെന്ന് പരിചയപ്പെട്ട് തുടങ്ങിയതാണ്. അന്ന് പിതാവിന് അവിടെ എത്താനായിട്ട് സാധിച്ചിരുന്നില്ല, ഒരു വിദേശ യാത്രയ്ക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പള്ളിയിലെ നമ്മുടെ ഇതിൻ്റെ ഈ ആശയം പറഞ്ഞ് പിതാവിൻ്റെ അടുത്ത് ചെന്നു. നാളെയാണ് നമ്മൾ സമ്മേളനം നടത്താമെന്ന് തീരുമാനിച്ചിരുന്നത്. പിതാവിൻ്റെ സൗകര്യാർത്ഥമാണ് നമ്മൾ ഇന്നത്തേക്ക് മാറ്റിയത്. അപ്പോൾ പിതാവ് അത് ഡയറിയിൽ കുറിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ആ കാര്യത്തിൽ നമുക്ക് ഇന്ന് ഈ ദിവസങ്ങളിൽ പിതാവിന് അടിയന്തരമായിട്ടുള്ള ഒരു സഭാപരമായ കാര്യത്തിന് വേണ്ടി ഡൽഹി യാത്രയിലായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു പിതാവിന് എത്തിച്ചേരാൻ സാധിക്കുമെന്ന്. പിതാവിൻ്റെ സാന്നിധ്യത്തിലൂടെ ഞങ്ങൾ കത്തോലിക്കര്, സീറോ മലബാറുകാര് എല്ലാവരും മറ്റ് സഭകളുടെ എല്ലാം ഒരു വലിയ പ്രതിനിധിയായിട്ട് കാണുകയും നമ്മുടെ സമുദായത്തിന്റെ ശക്തനായ ഒരു നേതൃത്വമായിട്ട് പിതാവിനെ കാണുകയും ചെയ്യണം. കാരണം പിതാവ് ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നയാളാണ്. സാധാരണ അച്ഛന്മാരും വൈദികരും ഒക്കെ നമുക്ക് പരിചയമുള്ളവരൊക്കെ അവർ ധൈര്യപൂർവ്വം പല കാര്യങ്ങളും പറയാറില്ല എന്ന് വിശ്വാസികൾ പൊതുവെ പറയാറുണ്ട്. അപ്പം അങ്ങനെയല്ല പിതാവിൻ്റെ കാര്യം. പറയേണ്ട കാര്യം പറയേണ്ടവരോട് പറയേണ്ടതുപോലെ പറയേണ്ട രീതിയിൽ കൃത്യമായിട്ട് തന്നെ ശക്തമായിട്ട് തന്നെ പറയുമെന്നുള്ളതാണ്. പാമ്പാടി ദേറ എന്ന പുരാതനമായ ദേറായിലാണ് അവിടെ പിതാവിൻ്റെ കോട്ടയം ഭദ്രാസനത്തിന്റെ ബിഷപ്സ് ഹൗസ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയാണ് നമ്മുടെ ഈ ഓർത്തഡോക്സ് സഭയുടെ തലവൻ. നമ്മുടെ പല അവസരങ്ങളിൽ വൈദിക കൂട്ടായ്മയും അതുപോലെ കുറവലങ്ങാട് പള്ളി പോലെയുള്ള പകലോമറ്റ അർക്കതിയാക്കോന്മാരുടെ കബറുകളൊക്കെ സന്ദർശിക്കുന്ന ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ്. അങ്ങനെ ഓർത്തഡോക്സ് സഭയും സീറോ മലബാർ സഭയും വലിയ ബന്ധങ്ങളുള്ള സഭയാണ്. ഓർത്തഡോക്സ് സഭയുമായിട്ട് കൃത്യമായിട്ട് വർഷം തോറും എക്യുമെനിക്കൽ മീറ്റിംഗുകൾ റോമിൽ നിന്ന് തന്നെയുള്ള PCPCU പൊന്തിഫിക്കൽ കൗൺസിൽ ഫോർ പ്രൊമോട്ടിംഗ് ക്രിസ്ത്യൻ യൂണിറ്റി എന്ന ആ ഒരു ഔദ്യോഗിക സംവിധാനം നമ്മുടെ പിതാവ് അതിനകത്ത് ആ കമ്മീഷനകത്ത് അവിടെ വന്ന് മീറ്റിംഗ് നടത്തുമ്പോഴുള്ളതാണ്. മീറ്റിങ്ങുകൾ വർഷത്തോളം അതിൽ ശക്തമായിട്ട് ഒരിക്കലെടുത്ത തീരുമാനമാണ്. നമ്മളോർക്ക് ഇതൊക്കെ നടക്കുമോ? സഭകൾ ഒന്നിച്ച് നിൽക്കുമോ? ക്രിസ്ത്യാനികൾക്ക് ഒന്നിച്ച് നിൽക്കാൻ എങ്ങനെ പറ്റും? അപ്പോൾ അവിടെ സ്വത്ത് തർക്കമോ അല്ലെങ്കിൽ അധികാര തർക്കമോ മറ്റേതെങ്കിലും തർക്കങ്ങളോ ഒക്കെ ആയിട്ട് നമ്മൾ ഒരിക്കലും ഒന്നിച്ചു നിൽക്കുകയാണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ്. ഓർത്തഡോക്സ് സഭയുമായിട്ട് കത്തോലിക്ക സഭ എടുത്തിരിക്കുന്ന തീരുമാനം ഇതാണ്: ഒരു വചനം വിവർത്തനം ചെയ്ത് ഉപയോഗിക്കുക. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാങ്ങാന സ്പിരിച്വാലിറ്റി സെന്ററിൽ കൂടിയ ഡിസംബർ മാസത്തിലെ പതിവ് സമ്മേളനത്തിലെടുത്ത തീരുമാനം, ഓരോ മീറ്റിംഗ് കൂടുമ്പോഴും ഇതുപോലെ ഓരോരോ തീരുമാനങ്ങൾ എടുത്തെടുത്ത് നമ്മളെല്ലാവരും ഫുൾ കമ്മ്യൂണിയൻ ഒന്നാകുക എന്നുള്ളതല്ല, ഒന്നിച്ചു നിൽക്കുക എന്നുള്ള കൂട്ടായ്മയുടെ തലത്തിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ഓർത്തഡോക്സ് സഭ ഉപയോഗിക്കുന്ന സുറിയാനി ബൈബിള്, പിശീത്ത ബൈബിള് നമ്മുടെ സഭകള് വിവർത്തനം ചെയ്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വചനത്തിന്റെ കാര്യത്തിൽ ഒരുപോലെ ആയിക്കഴിയും. അതാണ് നമ്മൾ സഭകളുടെ ഐക്യത്തിന് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് പ്രസക്തിയുണ്ടോ, ഇതിനൊരു വെറുതെ കൂടുന്നതല്ലേ, ചുമ്മാ കൂടി അങ്ങ് പിരിഞ്ഞ് അവസാനിപ്പിക്കുന്നതല്ലേ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ അങ്ങനെ അല്ല എന്ന കാര്യം പൊതുവെ നിങ്ങൾ എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സീറോ സഭയുടെ എക്യുമെനിസത്തിന്റെ കമ്മീഷന്റെ സെക്രട്ടറി ആയിട്ട് നമ്മുടെ പിതാവിനെ നിയമിച്ചതുകൊണ്ടാണ് ഈ മേഖലകളിൽ കുറച്ച് ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. മാർത്തോമാ സഭയുടെ തലവൻ അഫ്രിക്കൻ മെത്രാപ്പോലീത്തയായ ജോസഫ് മാർ ബർണബാസ് തിരുമേനി റാന്നി ഭദ്രാസനത്തിന്റെ അഭിവന്ദ്യ പിതാവ് ഇപ്രകാരം പല മീറ്റിങ്ങുകളിൽ, പ്രത്യേകിച്ച് ഈ നാളുകളിൽ നിലയ്ക്കൽ മീറ്റിങ്ങിൽ പറയുന്നത് ശ്രദ്ധിക്കുകയുണ്ടായി. നമുക്ക് ഒരുമിച്ച് ഒരു കുർബാന അർപ്പിക്കാൻ പറ്റുമോ? 1800 വരെ കൽദായ സുറിയാനിയിലുള്ള കുർബാനക്രമം ഉപയോഗിച്ചിരുന്ന സഭകളാണ് നമ്മുടെ സഭകൾ. ഒരുപക്ഷെ നമ്മുടെ സഭകളെല്ലാവരും മുന്നോട്ട് കുറച്ചുകൂടെ പോകുമ്പോൾ ഒരു കുർബാനക്രമം നമ്മൾ നൂറ്റാണ്ടുകൾ ഉപയോഗിച്ചിരുന്ന നമ്മുടെ ശ്രീഹന്മാരുടെ, തോമാസ് ലീഹായുടെ ശിഷ്യന്മാരായ മാർ അദ്ദായി മാർ മാറിയുടെ പേരിലുള്ള കുർബാനക്രമം ഉപയോഗിക്കില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. ഉപയോഗിക്കാനുള്ള സർവ്വ സാധ്യതകളും അതിന്റെ വക്കുവരെ എത്തി നിൽക്കുകയാണ്. അപ്പൊ ഇത് വളരെ പ്രസക്തിയുള്ള കാര്യമാണ്. കുർബാനയിലും വചനത്തിലും ഒക്കെ ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കർത്താവ്, ഒരു വിശ്വാസം, ഒരു മാമോദീസ, അപ്പൊ ഇത് തർക്കമില്ല. പിന്നെ പുറമേ കാണുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ അസ്വസ്ഥപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം വാസ്തവത്തിൽ നിസ്സാരമായ കാര്യങ്ങളാണ്. അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏകവും പരിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമായ ഏകസഭ, കർത്താവിന്റെ സഭ, ഒരിടയൻ, ഒരു ആല, കർത്താവിന്റെ ആ സ്വപ്നം, അതാണ് നമ്മളെല്ലാവരും ലക്ഷ്യമിടുന്നത്. ഇതുപോലെയുള്ള മീറ്റിങ്ങുകളിലൂടെ പതുക്കെ ഇത് താഴെത്തട്ടിലേക്ക്, ഗ്രാസ് റൂട്ടുകളിലേക്ക് എക്യുമെനിസത്തിന്റെ തലങ്ങൾ മാറുകയാണ്. പലപ്പോഴും നമ്മൾ മെത്രാന്മാരുടെ ഒരു മീറ്റിംഗ്, വർഷത്തിൽ 1-2 മീറ്റിംഗ്, ദേവശാസ്ത്രജ്ഞന്മാരുടെ മീറ്റിങ്ങുകൾ സെമിനാരികളിൽ, സഭയ്ക്ക് സമ്മേളനങ്ങൾ സെമിനാരികളിൽ അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. ഞങ്ങൾക്കൊക്കെ അത്തരത്തിലുള്ള ഒരുപാട് മീറ്റിങ്ങുകൾ പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. സാധാരണ വിശ്വാസികൾക്ക് പലപ്പോഴും ഇങ്ങനെ ഭാഗ്യമില്ല. കഴിഞ്ഞ 2-3 വർഷം മുമ്പ് കൂട്ടിക്കൽ ഞാൻ കൊച്ചായ സമയത്ത് കൂട്ടിക്കൽ ഓർത്തഡോക്സ് പള്ളിയിൽ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് കയറിയപ്പോൾ കൂട്ടിക്കൽ ഇടവക്കാർക്ക് അതിശയമായിരുന്നു. കത്തോലിക്ക അച്ഛൻ ഓർത്തഡോക്സ് പള്ളി കയറി പ്രാർത്ഥിച്ചു പോകും, അതായത് വലിയ തെറ്റാണെന്നാണ് വിചാരിക്കും. ഓർത്തഡോക്സിലെ അച്ഛൻ കത്തോലിക്ക പള്ളി വരുമോ, CC പള്ളിയിൽ പോയി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇതൊന്നും ഇതെല്ലാം തെറ്റായ അറിവുകളിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ കാലം മാറി. പരിശുദ്ധ പിതാവിന്റെ അടിസ്ഥാനപരമായ ഒരു വാക്കിതാണ്, യൂത്ത് മിനിസ്ട്രിയെ കുറിച്ചാണ് പിതാവ് പറഞ്ഞിട്ടുള്ളത്, സമീപനങ്ങളിൽ മാറ്റം ഉണ്ടാവണം. പഴയ സമീപനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് നമ്മൾ ഒന്നിച്ച് തകരാൻ പോവുകയാണ്. അവിടെ നമ്മൾ സമീപനങ്ങൾ മാറ്റം വരുത്തി തോളോട് തോൾ ചേർന്ന് ക്രൈസ്തവരായിട്ടുള്ളവർ കരം പിടിച്ച്, ക്രൈസ്തവർ കരം പിടിക്കുമ്പോൾ ഒരിക്കലും മറ്റുള്ളവരെ എതിർക്കാൻ വേണ്ടിയിട്ടല്ല, കർത്താവിന്റെ സ്നേഹത്തിന്റെ ആ ആഹ്വാനം ശിരസാ വഹിക്കാൻ വേണ്ടിയിട്ടാണ്. ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞ, അയൽക്കാരെ സ്നേഹിക്കാൻ പറഞ്ഞ, തന്നെ സ്നേഹിക്കാൻ പറഞ്ഞ ആ കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ അതാണ് നമ്മൾ ക്രൈസ്തവർ ഒന്നിക്കുമ്പോൾ ലോകത്തിന് മാതൃകയായിട്ട് കൊടുക്കാനുള്ളത്. അതിനുള്ള എല്ലാ സാധ്യതകളും മലങ്കരയിലെ സഭകൾക്കുണ്ട് എന്നുള്ളതാണ്. നാളെ മുതൽ സഭൈക്യ വാരമാണ്. ലോകത്തിലെ WCC, വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ്, അതുപോലെ കത്തോലിക്ക സഭയുടെ മുമ്പ് പറഞ്ഞ PCPCU, ഈ 2 സംവിധാനങ്ങളും കൂടി ഉപയോഗിച്ച് അവര് വർഷം തോറും ആഗോള സഭൈക്യ വാരം പ്രഖ്യാപിക്കുന്നു. അത് പൗലോസ്ലീഹായുടെ മാനസാന്തരത്തിന് തിരുനാളിന് മുമ്പ് 8 ദിവസമാണ്. ചർച്ച് യൂണിറ്റി ഒക്ടേവ് എന്ന് പറയും, 8 എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നാളെ തുടങ്ങുന്നത് ഓർത്തഡോക്സ് സഭയാണ്. തിരുവല്ലയിലുള്ള ഒരു പള്ളിയിലാണ് അത് തുടങ്ങുന്നത്. ബാബാ തിരുമേനി ആദ്യം സൗകര്യം ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് പിതാവിന് ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യം വന്നതുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധ പിതാവിന് അത് പങ്കെടുക്കാൻ നാളെ ഉദ്ഘാടനം ചെയ്യാനിരുന്നതാണ്. പക്ഷെ അല്ലെങ്കിലും ആ പരിപാടി നടക്കും. അത് ഓർത്തഡോക്സ് സഭ തുടങ്ങി വെച്ചിട്ട് പിന്നെ നാളെ ശനിയാഴ്ച, ഞായറാഴ്ച വരാപ്പുഴയിൽ ലത്തീൻ സഭ, തിങ്കളാഴ്ച പുത്തൻകുരിശിൽ യാക്കോബായ സഭ ഹോസ്റ്റ് ചെയ്യുന്നു, ചൊവ്വാഴ്ച മാർത്തോമ സഭ തിരുവല്ലയിൽ ഹോസ്റ്റ് ചെയ്യുന്നു, ബുധനാഴ്ച കോഴിക്കോട് CSI സഭ ആതിഥേയത്വം അരുളുന്നു, വ്യാഴാഴ്ച കടുത്തുരുത്തിയിൽ സീറോ മലബാർ സഭ ആതിഥേയത്വം അരുളുന്നു, വെള്ളിയാഴ്ച തൃശ്ശൂര് കൽദായ സുറിയാനി സഭ ഔഗേൻ പിതാവ് ആതിഥേയത്വം അരുളുന്നു. അതുപോലെ സമാപനം തിരുവനന്തപുരത്ത് വെച്ച് ക്ലിമീസ് പിതാവിന്റെ അധ്യക്ഷതയിൽ ഓർത്തഡോക്സ് സഭയിൽ തന്നെയുള്ള എക്യുമെനിസത്തിന്റെ ചെയർമാനായിട്ടുള്ള അഭിവന്ദ്യ പിതാവിന്റെ പേര് തിരുമേനി ആണ് അവര് ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ കേരളത്തില് മുമ്പൊന്നുമില്ലാത്ത വലിയ മാറ്റങ്ങളാണ്. ഞങ്ങളുടെ പിതാവിനോടും പിതാവിനെ ക്ഷണിക്കുന്ന കാര്യം
സ്വീകരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പിതാവിന് വലിയ സന്തോഷമായി. നമ്മുടെ പിതാവിനെ പറ്റി പിതാവ് പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. സീറോ മലബാർ സഭയുടെ തലവനായിട്ട് പിതാവ് ഉൾപ്പെടെ എല്ലാവരും ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും കല്ലറങ്ങാട്ട് പിതാവാണെന്ന് കഴിഞ്ഞ നാളുകൾ ഞങ്ങളൊരു കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ പിതാവ് പറയുകയുണ്ടായി. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. അപ്പം അഭിവന്യ പിതാവിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നത് എൻ്റെ ചെറിയ സ്വഭാവമാണ്. അപ്പം പിതാവിനെ ഏറെ സ്നേഹത്തോടു കൂടി ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യും. പിന്നെ എൻ്റെ വാക്കുകൾക്ക് ശേഷം പിതാവിൻ്റെ വാക്കുകളാണ്. അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി വിഷമിക്കേണ്ട ആരും. അത്യാവശ്യം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഒരു സന്തോഷമില്ല, സംതൃപ്തി ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. വേണ്ടാത്തതൊന്നും പറയുന്നില്ലെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഇനി ഇവിടെയുള്ള ശ്രേഷ്ഠ വ്യക്തികൾ എന്ന് പറയുന്നത് അഖിലേന്ത്യാ തലത്തിലുള്ള പ്രധാനപ്പെട്ട അൽമായ നേതാവായ നമ്മുടെ ഈ ദേശക്കാരനാണെന്ന് ഓർക്കണം. പലപ്പോഴും നമ്മൾ സ്വദേശക്കാരെ ഒരിക്കലും കർത്താവിനെ അംഗീകരിക്കില്ല. സ്വദേശക്കാരെന്ന് പറഞ്ഞ പോലെയാണ് VC സാറിൻ്റെ കാര്യം. പാലാക്കാരനാണെങ്കിലും കൂട്ടിക്കലുകാരനാണെങ്കിലും ഇപ്പോൾ താമസം പൊടിമറ്റത്താണ്. കാഞ്ഞിരപ്പള്ളി രൂപതയുമായിട്ടാണ് കൂടുതൽ ബന്ധം, അറക്കപ്പിതാവുമായിട്ടാണ് കൂടുതൽ സൗഹൃദം. എനിവേ നമ്മുടെ പത്രങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ CBC ലേറ്റീവ് കൗൺസിൽ ക്രൈസ്തവരുടെ വിഷയങ്ങൾ ഒരു മറയും കൂടാതെ തുറന്ന് എഴുതുകയും ഒരുപാട് കർഷക പ്രസ്ഥാനങ്ങൾ ഇൻഫാം പോലെ പിന്നെ സാറിൻ്റെതായ ഒരുപാട് കർഷക പ്രസ്ഥാനങ്ങളുണ്ട്. പിന്നെ ശക്തമായിട്ടുള്ള ക്രൈസ്തവ വിഷയങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക. അത് ഗവൺമെൻറ്റുകൾ ശ്രദ്ധിക്കുന്നുള്ളതാണ്. ഇപ്പോൾ സാറിനെ ഞാൻ അധികം മുഖവരകളില്ലാതെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമുക്ക് പ്രിയപ്പെട്ട പ്രകാശ് P. തോമസ് സാർ, ഞങ്ങൾ ഇന്ന് നേരിട്ട് ആദ്യമായിട്ടാണ് കാണുക. സാറുമായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള കാരണം ഏതാണ്ട് ക്രിസ്മസ് കഴിഞ്ഞ നാളുകളിൽ തൃശ്ശൂരുള്ള കൽദായ സുറിയാനി അസീറിയൻ സഭയുടെ ഔഗേൻ പിതാവിനോട് സഭയ്ക്കൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് പിതാവിനോട് ആശയമുള്ള പിതാവ് പറഞ്ഞു, ലോകത്തിൽ WCCയും BCPCയും പോലെ കേരളത്തിലും ഉണ്ട് 2 സംവിധാനങ്ങൾ, KCBC കത്തോലിക്കരുടെ, അതുപോലെ KCC കത്തോലിക്കലല്ലാത്തവരുടെ. അപ്പോൾ കൂടുതലും അവരാണ് അംഗങ്ങളായിട്ട്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ക്ഷണിതാക്കളായിട്ട് പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ നമ്പർ എനിക്ക് പിതാവ് തന്നു. പിതാവ് പറഞ്ഞു പ്രകാശ് സാറിനെ വിളിക്കുക. പ്രകാശ് സാറിനെ വിളിച്ച നിമിഷം മുതൽ, ആശയങ്ങൾ പറഞ്ഞ് പങ്കുവെച്ചത് മുതൽ KCBCയുടെ എക്യുമെൻസിൻ്റെ അച്ഛനുമുണ്ട്, ഞങ്ങളെല്ലാവരും പരസ്പരം സംസാരിച്ചു. വലിയ ആവേശമാണ്. എന്ന് വെച്ചാൽ ഒരുപക്ഷെ ചിലപ്പോൾ മെത്രാന്മാരോടും വൈദികരോടും ഒക്കെ സംസാരിക്കുന്നതിനേക്കാൾ എളുപ്പത്തിലും ഒരു ചടുലമായി പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനമാണ്. ഏത് പിതാവിനെ ബന്ധപ്പെടണം, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെ വളരെ ചടുലമായിട്ട് ഈ നാളുകളിലെല്ലാം ഒരുപാട് സ്ഥലങ്ങൾ അദ്ദേഹം പ്രസംഗിക്കാൻ പോകുന്നതെല്ലാം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. കേരളത്തിലെ കത്തോലിക്ക ക്രിസ്ത്യാനികളുടെ ഐക്യത്തിൻ്റെ ഒരു ആൾ രൂപമാണ്. അപ്പോൾ വിവിധ സഭകളിൽ പോയി വിവിധ സമുദായങ്ങളോടൊക്കെ സംസാരിക്കുന്ന, ക്രൈസ്തവരുടെ വിഷയങ്ങൾ പച്ചയ്ക്ക് തുറന്നു പറയുന്ന, ധൈര്യപൂർവ്വം തുറന്നു പറയാൻ അത് നമ്മുടെ പൊതുസമൂഹം അറിയണം. അത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്ന പ്രകാശ് P. തോമസ് സാറിനെയും ഏറെ സ്നേഹത്തോട് ഞങ്ങളുടെ ഈ കൊച്ചു ദേശത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ബഹുമാനപ്പെട്ട വൈദികർ, നമ്മുടെ ഫൊറോനയുടെ വികാരിച്ചൻ ബഹുമാനപ്പെട്ട വടക്കേമംഗലത്ത് ജോസഫ് അച്ഛനുണ്ട്. ഞങ്ങളൊക്കെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ്, ഒത്തിരി വർത്തമാനം പറയുന്നവരാണ്. സ്കൂളിൽ ഒരുമിച്ച്, അച്ഛനാണ് സ്കൂളിൻ്റെ മാനേജർ, ഞാൻ ആ സ്കൂളിലെ അധ്യാപകനാണ്. അച്ഛൻ വലിയ സ്നേഹത്തോടു കൂടി ഒരു ഫൊറോന വികാരിച്ചനായിരുന്നിട്ടും സാധാരണ അച്ഛനെ പോലെ ഇവിടെ വന്നിരിക്കുന്നു. അത് നമ്മുടെ വലിയ സൗഹൃദമാണ്, നമ്മുടെ ഒരു ബലമാണ്. അതുപോലെ തന്നെ പുതിയാവറം അച്ഛൻ ഇവിടെ അയൽപക്കത്തുള്ള പറത്താനം എന്ന് പറഞ്ഞ ഇടവകയിൽ വീട്ടിൽ വിശ്രമജീവിതം നയിക്കുകയാണ്, റിട്ടയർ ചെയ്തതിന് ശേഷം. അപ്പോൾ അച്ഛന് വലിയ സ്നേഹത്തോടെ എപ്പോൾ ആവശ്യമുണ്ട് സഹായിക്കുകയും ഇതുപോലുള്ള കാര്യം. അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യ മരിച്ചിപ്പോൾ വീട്ടിൽ ബോഡിയിരിക്കുന്ന സമയമാണ്. എന്നിട്ടും നമ്മുടെ ഈ സമുദായ സമ്മേളനത്തിന് വന്നു. അതാണ് അച്ഛൻ്റെയൊക്കെ തീക്ഷ്ണത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുന്നോന്നിപ്പള്ളിയിലെ അച്ഛൻ സമുദായ ബോധമുള്ള, വളരെ ശക്തരായിട്ടുള്ള ബോധ്യങ്ങളുള്ള, നിലപാടുകളുള്ള വലിയ പ്രവർത്തനം നടത്തുന്ന പീടികയിൽ മത്തായി കത്തനാരെന്നറിയപ്പെടും. സാധാരണ അച്ഛന്മാരൊക്കെ അങ്ങനെ വിളിക്കണമെങ്കിൽ അല്പം തൊലിക്കെട്ടിയൊക്കെ വേണം. ഏതായാലും പീടികയിൽ അച്ഛനുണ്ട്, അതുപോലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ട്. എല്ലാ വൈദികരെയും മറ്റെല്ലാ സമർപ്പിതരെയും ഒറ്റ വാക്കിൽ, കുട്ടിക്കയിൽ നിന്നും കാമാലിയിൽ നിന്നും നമ്മുടെ മഠത്തിലെയും ഒക്കെ ഒത്തിരി സിസ്റ്റേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യട്ടെ. പിന്നെ വിവിധ ദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന നസ്രാണികളായിട്ടുള്ള ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. ഞാൻ എനിക്ക് പരിചയമുള്ളവരെ ഞാൻ പെട്ടെന്ന് പേര് പറയുകയാണ്. മുണ്ടക്കയത്ത് 5 സഭകൾ, നസ്രാണി സഭകൾ ഒരുമിച്ച് യോഗം കൂടാറുണ്ട്. അതിൻ്റെ പ്രസിഡൻ്റാണ് മനോജ് ചേട്ടൻ.
പുത്തമ്പുരയല്ലേ വീട്ടുപേര്? അങ്ങനെ എഴുന്നേൽക്കാം. ഓർത്തഡോക്സ് ഇടവക്കാരൻ തന്നെയാണ്, സഭക്കാരൻ തന്നെയാണ്. അതുപോലെ ടോജോ പ്ലാസ്നാല് അരുത്തറ ഭരണങ്ങാനം ദേശക്കാരനായിട്ടാണ് നമ്മുടെ ഇവിടെ സംസാരിക്കുന്നത്. യെസ്. പിന്നെ എല്ലാവർക്കും കൊടുക്കണേ. പിന്നെ ഉള്ളത് അരുത്തറ ദേശം, മാസം തോറും ദേശങ്ങളിൽ മീറ്റിങ്ങുകൾ കൂടുന്നതാണ്. അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ബിനു ഇടയാടി. അതുപോലെ തന്നെ ഏറ്റുമാനൂര് അതിരമ്പുഴ മാന്നാനം ആ ഭാഗത്തു നിന്നുള്ള പ്രതിനിധി സെന്നിച്ചൻ, വലിയ അറിവുകളുള്ളൊരു മനുഷ്യനാണ്. പൂനമ്മാക്കലച്ചെന്ന അച്ഛൻ്റെ കൂടെ സന്തത സഹചാരിയായി നടന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. പിതാവിന് ശേഷം ഇവരൊക്കെ സംസാരിക്കുമ്പോൾ ഇവിടെ തീ പറക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊടുപുഴ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള അബിനുണ്ട്. പിന്നെ പ്രവിത്താനം ദേശക്കാരനായിട്ടുള്ള മാനുവൽ ആലാനിക്കലുണ്ട്. കാഞ്ഞിരപ്പള്ളി ദേശക്കാരനായിട്ടുള്ള അഡ്വക്കേറ്റ് നബീലുണ്ട്. ഇങ്ങനെ സമുദായ സമ്മേളനത്തിന് രാഷ്ട്രീയക്കാർക്ക് വരാമോ എന്ന് ചോദിച്ച് ഷോൺ ജോർജ് സാറ് ചേട്ടൻ മെസ്സേജ് അയച്ചു ചോദിച്ചു. ഞാൻ പറയുന്ന കുഴപ്പം, ഇവിടെ രാഷ്ട്രീയക്കാർക്ക് വിവേചനമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രീയം ഇല്ല എന്ന് മാത്രം. പക്ഷേ സമുദായത്തിൽ രാഷ്ട്രീയക്കാരായിട്ടുള്ള നമ്മുടെ സമുദായത്തിൽപ്പെട്ടവര് സമുദായത്തിന്റെ കാര്യം കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്നാണ് നമുക്ക് എല്ലാവർക്കും അഭിപ്രായമുള്ളത്. അപ്പോൾ അതിന് ഒരു മാതൃകയായിട്ട് മാറുന്ന ഒരു സമീപനത്തോടു കൂടി, മാറ്റമുള്ള ഒരു സമീപനത്തോട് എത്തിച്ചത് ഷോൺ ജോർജ് സാറുണ്ട്. എഴുന്നേറ്റ് നിൽക്കാം, കൈയടിക്കാം. പിന്നെ ദൂരദേശത്ത് നിന്നിട്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ദൂരദേശത്ത് കൂട്ടിക്കൽ ദേശത്ത് നിന്ന് അതിൻ്റെ ഒരു പ്രസിഡന്റായിട്ട് ഷാജി സാർ വന്നിട്ടുണ്ട്. അവിടെ ഷാജി സാർ മുന്നോട്ടിരാവോ? റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഷാജി സാറ്. പോയോ? അതുപോലെ തന്നെ ഷാജി മൂന്നാനപ്പള്ളി അവിടുത്തെ നസ്രാണി യോഗത്തിന്റെ ആളാണ്. പിന്നെ ആരെയൊക്കെ കാണുന്നുണ്ട്. എല്ലാവരെയും ഏറെ സ്നേഹത്തോടു കൂടി ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യട്ടെ. ഇതിലൂടെ ഒക്കെ നമ്മൾ ഇവിടെ നടത്തുന്ന പ്രസംഗങ്ങളും എല്ലാം വളരെ സൂക്ഷിച്ച് നമ്മൾ പറയുന്ന നമ്മുടെ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയുമ്പോൾ അല്പം ജാഗ്രത. ഷാജി സാറ് പോലെ സ്റ്റേജിലേക്ക് വരണം. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ യോഗ സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. പ്രായഭേദമന്യേ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. സാമ്പത്തിക ഭേദമന്യേ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നിറഭേദമന്യേ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് കൂടാറുണ്ട്. അതുപോലെ നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നു. നമ്മൾ മാത്രം ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അത് വർഗീയതയാണെന്നാണ് നമ്മൾ തന്നെ അറിയാതെ തെറ്റായിട്ട് വിചാരിക്കുന്നത്. മറ്റുള്ളവർക്ക് അവരുടെ വർഗം, അവരുടെ സമുദായത്തിന്റെ സമ്മേളനം കൂടുമ്പോൾ അത് വർഗ സ്നേഹം. ക്രൈസ്തവര് അല്ലെങ്കിൽ നസ്രാണികള് ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ക്രൈസ്തവർക്ക് തോന്നുന്നതാണ് ഇത് വർഗീയതയാണ്. മറ്റുള്ളവര് അവര് സംഘടിച്ച് അവരുടെ ന്യായമായ, ചിലപ്പോൾ അന്യായമായതൊക്കെ ആയിട്ടുള്ള ആവശ്യങ്ങള് ഗവൺമെന്റുകളോടോ വോട്ട് ബാങ്ക് പോലെയുള്ള രീതിയിലൂടെയൊക്കെ ആവശ്യപ്പെട്ട് നേടിയെടുക്കുമ്പോൾ അത് അവരുടെ അവകാശങ്ങൾ, ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ വല്ല അവകാശം ഒന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നസ്രാണികളെ ബാധിക്കുന്ന EWS സംവരണം 10% സംവരണമൊന്നും ഇല്ലാത്തവരുടെ സംവരണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു പോയാൽ അത് വർഗീയത. ഇതാണ് കേരളം, ഇതാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് നമ്മൾ മാറുന്ന കേരളം, മാറുന്ന രാജ്യം, മാറുന്ന ദേശങ്ങളാണ്. അതുകൊണ്ട് വളരെ അഭിവന്ദ പിതാവിന്റെ സെക്രട്ടറീസിനെയും ഞാൻ പെട്ടെന്ന് പറഞ്ഞ അച്ഛന്മാരുടെ പേര് വിട്ടുപോയി. ഷമ്മാശന് ഇവിടെ നമ്മുടെ കൂടെയുണ്ട്, പിതാവിന്റെ ഡ്രൈവറും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യാണ്. ഇനി അഭിവന്ദ പിതാവിന് ഇത് ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹം, പിതാവ് കുറച്ച് സമയം കൂടി ഇരുന്ന് സാധിക്കുമില്ല. പിന്നെ പിതാവിന് തിരിച്ചു ദൂരയാത്രയാണ്. പിന്നെ നാളെ ഞായറാഴ്ച, ശനിയാഴ്ചയല്ലേ, ഏതായാലും പിതാവ് തിരക്കുള്ള ദിവസങ്ങളാണ്. എല്ലാ പള്ളികളിലും പെരുന്നാൾ നടക്കുന്ന ദിവസങ്ങളാണ്. പിതാവ് ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു വരുമോ ഇല്ലയോ എന്ന്. പിതാവ് ഞങ്ങളുടെ ഒരു സ്നേഹത്തെ എത്തിച്ചേർന്നതിന് വലിയ ഞങ്ങളുടെ നന്ദിയും കടപ്പാടും ആദ്യമേ തന്നെ അറിയിച്ചുകൊണ്ട് പിതാവിനെ അനുഗ്രഹ വചസ്സുകൾക്കായിട്ട് ക്ഷണിക്കുകയാണ്.